സെബാസ്റ്റിൻ്റെ പ്രത്യേക നിയോഗം അനുസരിച്ച് വന്നിട്ടുള്ള പഞ്ചവാദ്യമാണ്. എൻ്റെ അല്ല, അതെ, സെബാസ്റ്റിന് അറിയിക്കും. സെബാസ്റ്റിൻ ഇവിടുന്ന് അധ്യക്ഷനാണല്ലോ. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശേക്ക് അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഇപ്പം സംസാരിക്കാനുള്ള എല്ലാ മൂടും പോയി. കാരണം ഇന്നിവിടെ വന്നപ്പോൾ തന്നെ സംസാരിക്കാനുള്ള എല്ലാം ഉള്ളതായ എൻ്റെ കണ്ണട ഇവിടുത്തെ ഒരു പ്രിയ സുഹൃത്ത് കയറിയിരുന്ന് പൊട്ടിച്ച് നുറുക്കി കളഞ്ഞു. ഞാൻ അറിഞ്ഞു സുഹൃത്ത് ആരാണെന്നൊക്കെ. അത് പൊട്ടിച്ച് കഷ്ണാക്കി കളഞ്ഞു. അത് ശരിയാക്കി കൊണ്ട് തന്നു നോക്കിയിട്ട് വീണ്ടും അതെല്ലാം കഷ്ണമായിട്ട് പോയി. ഞാൻ അവിടെ വിനോദിന് കൊടുത്തു. വിനോദ് തൽക്കാലം അധികം ഉപദ്രവമൊന്നും വരുത്താതെ കഷ്ടപ്പാടൊന്നും ഉണ്ടാക്കാതെ വെച്ചിട്ട് തിരിച്ചു തരണം എന്നൊരു കണ്ണട തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഏക ആശ്രയം. അതാലോചിച്ച് നോക്കും. അപ്പോൾ ഏതാണ്ട് ഇന്നത്തെ സംസാരം ആവശ്യമില്ല എന്ന് തന്നെ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഇന്നത്തെ വിഷയം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷകളുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സാഹിതി നടത്തുന്ന ഗാന്ധിയൻ ചിന്തകളുടെ ഒരു സമഗ്രമായ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഡോക്ടറേറ്റിനുള്ള വിഷയം ഗാന്ധിയൻ സ്വാധീനം മലയാള സാഹിത്യത്തിൽ എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹം വളരെ വിശദമായി തന്നെ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ കീഴിൽ ആ തീസിസ് തയ്യാറാക്കുകയും ഡോക്ടറേറ്റ് വാങ്ങിക്കുകയും ചെയ്തു. പക്ഷെ ഡോക്ടറേറ്റ് വാങ്ങിക്കാൻ ഉള്ള പഠനത്തിനിടയ്ക്ക് അഴീക്കോട് സാറ് പറഞ്ഞു, ഇതൊരു പോസ്റ്റ് ഡോക്ടറൽ തീസിസ് ആക്കി വരെ വേണമെങ്കിൽ ബാലകൃഷ്ണന് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊന്നും ഈ ഒരു ഡോക്ടറേറ്റിന് ആവശ്യമില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗാന്ധിയൻ സ്വാധീനം മലയാള സാഹിത്യത്തിൽ മാത്രമല്ല, ഗാന്ധിയൻ എസ്തെറ്റിക്സിനെ കുറിച്ച്, ഗാന്ധിയൻ സൗന്ദര്യവാദത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായ എത്രയോ പേജുകൾ വരുന്ന തീസിസുകൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ തീസിസ് ശരി എന്നാൽ പിന്നെ അത് പോസ്റ്റ് ഡോക്ടറേറ്റിന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ട് വേണ്ട, അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഗാന്ധിയൻ എസ്തെറ്റിക്സിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പുസ്തകമായിട്ട് അത് പ്രസിദ്ധീകരിച്ചത്. അന്നല്ല ഈ അടുത്ത കാലം വരെ മലയാള സാഹിത്യത്തിൽ ഗാന്ധിയൻ സൗന്ദര്യ വിചാരത്തെക്കുറിച്ച് ഒരു പഠനം പോലും ഉണ്ടായിട്ടില്ല. ഒരു പഠനം പോലും, വേണ്ടത്ര അവഗാഹമായ ഒരു പഠനം പോലും ഉണ്ടായിട്ടില്ല. ഡേവിസിൻ്റെ പുസ്തകം വരുന്നത് 6 മാസം മുമ്പാണ്. എങ്കിലും അതുപോലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതല്ല. അത്രയേറെ കൂലങ്കഷമായി ഗാന്ധിയൻ സ്റ്റഡീസിനെ കുറിച്ച്, ഗാന്ധിയൻ ചിന്തകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടേതായിരുന്നു ആ പുസ്തകം. ഇവിടെ അല്പസമയം മുമ്പ് സംസാരിച്ച ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, ഗാന്ധിയൻ എഴുത്ത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര 50,000 പേജുകൾ ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ 50,000 പേജുകളുള്ള ഗാന്ധിയൻ വർക്സിൻ്റെ 1ാം ലക്കം തൊട്ട് അതിൻ്റെ 101ാമത്തെ ഭാഗം വരെയുള്ള എല്ലാ പുസ്തകങ്ങളും വീട്ടിൽ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഗാന്ധിയൻ വർക്ക്, അതായത് ഗാന്ധിയെ കുറിച്ചുള്ളതായ പഠനം സാറ് തുടങ്ങിയിരുന്നത്. ആ പുസ്തകങ്ങളെല്ലാം സാഹിതിയുടെ സ്വത്താക്കി ആ റൂമിലെ അലമാരിയിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 101 എഡിഷനും ഇവിടെയുണ്ട്. അതുകൂടാതെ ഗാന്ധി പിന്നീട് എഴുതിയിട്ടുള്ളതായ പലതും, ഗാന്ധിയെക്കുറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കന്മാരും പല കാലഘട്ടങ്ങളിലായിട്ട് ഗാന്ധിയെ പഠിച്ചിട്ട് എഴുതിയിട്ടുള്ളതായ എല്ലാ പുസ്തകങ്ങളും, ഈ വളരെ അത്യാവശ്യം ഒരു 5-8 പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സാഹിതിക്ക് സംഭാവന ചെയ്ത് സാഹിതിയെ ധന്യമാക്കാൻ എനിക്ക് കഴിഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഞാനിത് പറയാനുള്ള കാരണം,
നിങ്ങൾ ആർക്കെങ്കിലും ഇനി ഗാന്ധിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ മനസ്സിലാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള റെഫറൻസ് ആയിട്ട് ഇവിടെയുള്ള പുസ്തകങ്ങൾ എടുക്കാൻ കഴിയും, വായിക്കാൻ കഴിയും. അത് മുഴുവൻ വായിച്ച് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് സാറ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയുന്നു, ഗാന്ധിയൻ സൗന്ദര്യ വിചാരം 1912 പ്രസിദ്ധീകരിച്ചത്. ഇന്ന് വരെ പല സ്ഥലത്തും ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാനും പഠിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് എൻ്റെ കുറവായിട്ട് ഞാൻ കരുതുകയാണ്. അത്രയേറെ അവഗാഹമായ പഠനം അർഹിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ് നമ്മൾ ആ പുസ്തകത്തിൽ കാണുന്നത്. അത്രയേറെ നമുക്ക് ആർക്കും തന്നെ, ഞാൻ എൻ്റെ സ്കൂൾ പഠനകാലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം സെക്കൻഡ് പേപ്പറായിട്ട് വിദ്യാർത്ഥികളോട് എന്നൊരു പുസ്തകം ഗാന്ധി എഴുതിയത് പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് അന്നത് വളരെ ഗഹനമായ ഒരു പുസ്തകമായതുകൊണ്ട് അത് എഴുതാൻ വേണ്ടി, അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി ആ സ്കൂളിലെയും ഞാൻ അറിയുന്നതായ കുട്ടികളെല്ലാം മാഷോട് പരാതി പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഗാന്ധിയൻ ചിന്തകൾ അത്ര കഠിനമാണ്. ആ ചിന്തകളെ, അത്ര കഠിനമായ ആ ചിന്തകളെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കെ ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കണം. ഇനിയൊരു കൊല്ലം ഗാന്ധിയൻ സ്റ്റഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഗാന്ധിയുടെ പഠനങ്ങളെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടത്തേണ്ടി വരികയാണെങ്കിൽ മുൻകൈയെടുത്ത് മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയാൻ ഈ പുസ്തകം നിങ്ങളെ പ്രാപ്തരാക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നു. ആ പുസ്തകം വായിക്കണം, വാങ്ങിച്ച് വായിക്കണം. രീതിയിലുള്ള സാഹിത്യയിൽ കാണും, നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു കാര്യം. ഇനി ഗാന്ധിജി 1893 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്ന കാലം വരെ അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലം ഗാന്ധിജി എങ്ങനെ ബ്രിട്ടന്റെ സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യയിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്യണം എന്നതിൻ്റെ പഠനമായിരുന്നു നടത്തിയിരുന്നത്. 1893 ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം അത് കൂടുതൽ ശക്തമായ രീതിയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ വിലയിരുത്തുക അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രസ്ഥാനങ്ങളും ഇന്നുള്ള പ്രസ്ഥാനങ്ങളും മുൻപുണ്ടായിരുന്നവരും അദ്ദേഹത്തെ നിന്ദിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അതിന് കാരണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഗാന്ധിജിയുടെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത് അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചുള്ള, ജാതി ചിന്തയെക്കുറിച്ചുള്ള ഭാരതീയരുടെ സങ്കല്പങ്ങളിൽ വന്നിട്ടുള്ളതായ മാറ്റം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജാതി വ്യവസ്ഥയുടെ ക്രൗര്യം ഇത്രയേറെ ഉണ്ടെന്ന് ഗാന്ധിജി ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഗാന്ധി എപ്പോഴും ചിന്തിച്ചിരുന്നത് രാഷ്ട്രീയ അസമത്വം പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം അതിനുശേഷം ഈ സാമൂഹ്യ അസമത്വത്തെ പരിഹരിക്കാൻ തനിക്ക് എളുപ്പം കഴിയും. ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ അസമത്വമാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വേണ്ടിയിരുന്നത് ആദ്യം ജാതിയുടെ ക്രൗര്യം ഇല്ലാതാക്കുകയായിരുന്നു. അത് ഗാന്ധിജിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഒരു വലിയ പോരായ്മയായിട്ട് അക്കാലത്തും പിന്നീടും ഉണ്ടായിട്ടുള്ളതായ എഴുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം സമന്വയത്തിലും വൈരുദ്ധ്യത്തിലും ഒരുപോലെ മൈത്രി കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. സമന്വയം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള വിഭിന്നമായ ആശയങ്ങളെ സമന്വയിപ്പിച്ച് കാണുന്ന രീതിയാണ്. ആ സമന്വയമാണ് ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നാം മനസ്സിലാക്കുന്നത്. സത്യത്തിൻ്റെ ആന്തരിക മൂല്യം എന്താണെന്ന് ചിന്തിക്കാൻ സൗന്ദര്യവാദികൾക്ക് ആർക്കും തന്നെ കഴിഞ്ഞില്ല എന്നുള്ളതും, അതുകൊണ്ട് ഗാന്ധിജി പിന്തുടരുന്നത് സമഗ്ര തലത്തിൽ അപഗ്രഥിക്കാവുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ജൈവ ചിന്തയാണ്.
മനസ്സിൻ്റെ അനുഭൂതിയുടെ ആന്തരികതയിലെ വെളിച്ചം കണ്ടറിയലാണ് കേവലമായ സത്യം. അതിൻ്റെ സ്വപ്നവും അറിവും അതിൻ്റെ ചിന്തകളും ഗാന്ധിജിയുടെ സൗന്ദര്യ ചിന്തകളെ അനന്യമാക്കുന്നു. അത് ബുദ്ധിപരമായ സങ്കീർണതകളുടെ ലോകമല്ല, രൂപപരമായ സങ്കീർണതകളും ആഖ്യാന സങ്കീർണതകളും അതിൽ അനാവരണം ചെയ്ത് കാണിക്കണം എന്ന് ഗാന്ധിജി ചിന്തിച്ചിരുന്നു. അനിർവചനീയമായ സങ്കീർണതകളെ കലയെന്ന് വിളിക്കാൻ ഗാന്ധിജി ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അനിർവചനീയമായ സങ്കീർണതകളുടെ എല്ലാ കലകൾക്കും ക്ഷമാപൂർവമായ ഒരു അനുഭവത്തിന്, സമഗ്രമായ ഒരു അനുഭവത്തിന് വഴങ്ങുന്നതാകണമെന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ വൈവിധ്യത്തിനു പിന്നിലും രൂപ സംവിധാനത്തിൻ്റെ ഏകത്വം കാണിക്കാൻ കഴിയണമെന്നും ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നമ്മൾ കാണുന്നത് വളരെ പ്രകടമായ സമന്വയവാദമാണ്. ആ സമന്വയവാദത്തെ എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കാനല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചിരുന്നത്. ഓരോ നിമിഷവും പുതുതെന്ന് തോന്നുന്ന ഒരു ചിന്തയാണ് സൗന്ദര്യത്തിലുണ്ടാവുക. സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ നിമിഷവും പുതുമയാണ്. ആ പുതുമ കണ്ടെത്തണമെങ്കിൽ കല ജീവിതത്തിന് വേണ്ടിയും കല കലയ്ക്ക് വേണ്ടിയും എന്ന് വാദിക്കുന്ന സൗന്ദര്യവാദികൾക്ക്, കല ജീവിതത്തിന് വേണ്ടി എന്ന് വാദിക്കുന്നവർക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രയോജനവത്തായ വശം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നാകണം എന്ന നാരായണ ഗുരുവിൻ്റെ ആശയം തന്നെയാണ് ഗാന്ധിജിയും ഇവിടെ പിന്തുടർന്നിരുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നാകണം. അതെങ്ങനെയാണ്? അതിന് മനുഷ്യ ജീവിതം സരളമാക്കാൻ കഴിയുന്ന രീതിയിൽ ആസക്തി കൂടാതെ പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നത്. ആസക്തി എല്ലാ പ്രശ്നങ്ങളുടെയും ഉള്ളിലുള്ളതായ കർമ്മത്തെ വികലമാക്കി മാറ്റും. അതുകൊണ്ട് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചിന്താഗ്രസ്തനാക്കി മാറ്റുന്നത് ഈ ആസക്തിയാണ്. ആസക്തി ഇല്ല എങ്കിൽ ജീവിതം സരളമായി തീരും. അങ്ങനെ സരളമായി തീരുന്ന ജീവിതത്തിന് മാത്രമേ ശാന്തി ഉണ്ടാകൂ എന്ന് ഗാന്ധിജി എല്ലായിടത്തും പ്രഖ്യാപിച്ചിരുന്നു. അതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മതമേതായാലും മനുഷ്യൻ നന്നാകണം എന്ന ചിന്ത അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വൈവിധ്യങ്ങളുടെ സമന്വയമാണ് നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ കലയുടെ രൂപം എന്ന് അദ്ദേഹം പറയുന്നു. ഒരനുയായി കൂടെ ഇല്ലെങ്കിലും എനിക്ക് ഈ യാത്ര തുടർന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള നിതാന്ത പരിശ്രമം ഒറ്റയ്ക്കാണെങ്കിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഗാന്ധിജി പ്രേരിതനായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്ന് മാറി നിൽക്കുമ്പോഴും എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തതായിട്ട് ഇവിടെ പലരും പ്രഭാഷണങ്ങളിൽ പറയുകയുണ്ടായി. ഓരോ പ്രവർത്തനം ഗാന്ധിജി പറയുന്നത് മനുഷ്യനിൽ രണ്ട് തരത്തിലുള്ളതായ മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഒരു തോട്ടിയുടെ ജന്മം, മറ്റൊന്നൊരു ബ്രാഹ്മണന്റെ ജന്മം. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. ബ്രാഹ്മണന്റെ ജന്മം വളരെ ശ്രേഷ്ഠമാണെന്ന് നമ്മൾ പറയുന്നു, തോട്ടിയുടെ ജന്മം വളരെ മോശമാണെന്ന്. പക്ഷെ ഗാന്ധിജി പറയുന്നത് ബ്രാഹ്മണൻ മനുഷ്യന്റെ ആത്മാവിലെ വൈകല്യങ്ങൾ, ആത്മാവിലെ മാലിന്യങ്ങൾ തുളച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തോട്ടി ചെയ്യുന്നത് മനുഷ്യന്റെ ബാഹ്യ ജീവിതത്തിലുള്ളതായ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും തുളച്ചു മാറ്റുകയാണ്. അങ്ങനെയുള്ളതായ തോട്ടി ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രാഹ്മണനേക്കാൾ ഉന്നതനാണെന്നാണ് ഗാന്ധിജി ചിന്തിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ളതായ പഠനങ്ങളിലും മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ മടിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ വെച്ച് താൻ തന്നെ അതിനെ മുൻകൈയെടുത്ത് ഇറങ്ങുന്ന രൂപമൊക്കെ കാണിക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ കാണുന്നത്. ബ്രിട്ടന് ശാസ്ത്രപരമായ അഹങ്കാരം ഉണ്ടായിരുന്നു ഇന്ത്യയെ അടിമയാക്കാമെന്നുള്ളത്. പക്ഷേ ആ ശാസ്ത്രപരമായ അഹങ്കാരത്തെ കലാപരമായ മേന്മ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഗാന്ധിജി തരണം ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും
ഒരുമിച്ച് താമസിക്കാനും ഒരുമിച്ച് ജീവിക്കാനും തയ്യാറായാൽ തീർച്ചയായിട്ടും ഇന്ത്യ വിഭജിക്കേണ്ടതായിട്ട് വരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യ വിഭജിക്കുകയില്ല എന്ന് അദ്ദേഹം ഉറച്ച് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അദ്ദേഹം പറയുന്നത് പാണ്ഡിത്യത്തിൻ്റെ സങ്കീർണതയല്ല, നാടോടിയുടെ ലാവണ്യമാണ്, നാടോടിയുടെ പഠനത്തിലെ, നാടോടിയുടെ ചിന്തകളിലെ ലാളിത്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം കണ്ടെത്തുന്നത്. ആത്മാർത്ഥതയും അർപ്പണബോധവും ഉണ്ടെങ്കിൽ മാത്രമേ കലാസൃഷ്ടി മികച്ചതാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അർപ്പണബോധവും ആത്മാർത്ഥതയും, ഈ ആത്മാർത്ഥത ഇല്ലായ്കയും അർപ്പണബോധമില്ലായ്കയുമാണ് എപ്പോഴും കലകളെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുകൂടി അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ഘടകങ്ങളെ സമന്വയത്തോടെ ഉപയോഗിക്കാനുള്ള കഴിവാണ് ഗാന്ധി ദർശനം. അനിർവചനീയമായ സങ്കീർണതയെ കലയെന്ന് വിളിക്കാൻ ഗാന്ധിജി തയ്യാറല്ല. ക്ഷമാപൂർവമായ അപഗ്രഥനത്തിന് വഴങ്ങുന്നതാവണം കല എന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നു. ക്ഷമാപൂർവമായ അപഗ്രഥനത്തിന് വഴങ്ങുന്നതാകണം കല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ലളിതമായ സ്വഭാവങ്ങൾ പോലും പലപ്പോഴും സങ്കീർണമായി തീരാറുണ്ട്. ജീവനകലയുടെ മൂർത്ത രൂപമാണ് ഗാന്ധി. അതിനപ്പുറത്തുള്ള കലയെ കുറിച്ചോ കലയുടെ ലാവണ്യത്തെ കുറിച്ചോ ഗാന്ധി ചിന്തിക്കുന്നേയില്ല. അദ്ദേഹം പറയുന്നത് ജീവനകലയുടെ, ഈ കുട്ടികളോട് ഉണ്ടായിരിക്കാൻ പറയുന്നു, എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അതെയോ? ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ കലയുടെ സ്വഭാവം. കല കലയ്ക്ക് വേണ്ടിയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അത് ജീവിതത്തിന് വേണ്ടിയാണോ എന്ന ചിന്താഗതികളിൽ കല ജീവിതത്തിന് വേണ്ടിയാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കലാ ആസ്വാദകൻ കൂടിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നാണ്. അങ്ങനെ പറയാനും അത് ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിക്കാനും അനന്യസാധാരണമായ കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം അത് പ്രവർത്തിച്ചു. ദരിദ്രനാരായണനെന്നും ഹരിജനെന്നും രണ്ടായി ദളിത് വർഗത്തെ വേർതിരിച്ചിട്ട് അവയുടെ വസ്ത്രധാരണവും അവയുടെ ജീവിത രീതിയും സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കാൻ തയ്യാറായ ഒരു മഹാനാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിമോചിതമായ ആത്മാവിൻ്റെ സൃഷ്ടിയാണ് മൗലികമായ കല. വിമോചിതമായ ആത്മാവിൻ്റെ സൃഷ്ടി. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് കടൽ വെള്ളത്തിൽ നിന്ന് വ്യത്യസ്തമല്ല കടൽ വെള്ളത്തിൽ തുള്ളി. ആ തുള്ളിയും കടലിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഒരു മഹാബോധത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും തന്നെ. ആ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ മൗലികമായ ലാളിത്യം അതിന് വേണം. പിന്നെ വിമോചിതമായ ആത്മാവിന് സ്വന്തം വ്യക്തിത്വം ഉണ്ടാവൂ എന്നും ഗാന്ധിജി വിശ്വസിക്കുന്നു. വിമോചിതമായ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമായി കടൽത്തുള്ളിക്ക് ഒരു നിലനിൽപ്പില്ലാത്തതുപോലെ മനുഷ്യനെ ഈ മഹാബോധത്തിൽ നിന്ന്, പ്രപഞ്ചത്തിൻ്റെ മഹാബോധത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലനിൽപ്പില്ല. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണനും നേരത്തെ പറഞ്ഞതിന് മാലിന്യം വൃത്തിയാക്കുന്ന തോട്ടിയും രണ്ടുപേരും ഒരുപോലെ തുല്യരാണ്. രണ്ടുപേരുടെയും പ്രവൃത്തി ഒന്ന് തന്നെയാണ്. അതെവിടെ ചെയ്യുന്നു എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഗ്രാമീണ കലാകാരൻ്റെ കലാവസ്തുവിലും കർഷക തൊഴിലാളിയുടെ കൊയ്ത്തുപാട്ടിലും ഏകാന്ത ധ്യാനം നടത്തുന്ന ഒരുവൻ്റെ ജപധാരയിലും ലോക നന്മയ്ക്കായി യജ്ഞം ചെയ്യുന്ന പുരോഹിതൻ്റെ മന്ത്രസൂക്തങ്ങളിലും സമന്വയഭാവം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിനെയാണ് ഗാന്ധിജി സത്യം എന്ന് വിളിക്കുന്നത്. ഇത് നാലിലും കാണുന്നത് നമുക്കറിയാം പ്രയോജനവാദം തന്നെയാണ്. ഈ നാല് കാര്യങ്ങളും ഒരുപോലെ സമന്വയത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു രൂപമായിട്ടാണ് മഹാത്മാഗാന്ധി കണ്ടെത്തുന്നത്. അധികാര നിരാകരണത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അധികാര നിരാകരണം, ലാളിത്യത്തിൽ കാണുന്ന സൗന്ദര്യബോധം, ചെറുതിൽ കാണുന്ന മഹത്വം, ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന തത്വം കലയിൽ അനുവർത്തിച്ചിട്ടുള്ള ഒരു മഹാനാണ് മഹാത്മാഗാന്ധി. ആ ചെറുതിലുള്ള സൗന്ദര്യം അതിൻ്റെ ലാളിത്യം പ്രകടമാക്കുന്നതാണെന്നും അത് ഏറ്റവും കൂടുതൽ സർഗാത്മക ചിന്തകൻ്റെ
ചിന്തകൻ്റെ ചിന്തയിലാണ് കാണുന്നതെന്നും ഗാന്ധിജി ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അധികാര നിരാകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു യന്ത്ര മനുഷ്യൻ്റേതായിരുന്നു മാർക്സിയൻ അധികാര നിരാകരണം. മാനവികമായ മന്ദഹാസവും ലാളിത്യവും ഇതിൽ നമുക്ക് ദർശിക്കാൻ കഴിയും മാർക്സിയൻ അധികാര നിരാകരണത്തിൽ. എന്നാൽ സർഗാത്മക ചിന്തകൻ്റെ അധികാര വികേന്ദ്രീകരണത്തിലൂടെയുള്ള അധികാര നിരാകരണമാണ് ഗാന്ധിജി കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് രക്തച്ചൊരിച്ചിലും കൂടുതൽ കേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥയും ഈ യന്ത്രമനുഷ്യൻ്റെ മാർക്സിയൻ അധികാര നിരാകരണത്തിൽ കാണുന്നതുകൊണ്ട് അത് ഒഴിവാക്കണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജിക്ക് സമന്വയം ഒരു ചിന്താരീതിയല്ല, വെളിപാടാണ്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട. ഡേവിസിൻ്റെ പുസ്തകത്തിൽ വൈരുദ്ധ്യവും സമന്വയവും എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. അതിലും പറയുന്ന സമന്വയം ഇത് തന്നെയാണ്. സമന്വയം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് ഒരു ചിന്താരീതിയല്ല, നേരെ മറിച്ചൊരു വെളിപാടാണ്. ഗാന്ധി എന്ന ഒരു പ്രത്യേക മനുഷ്യനെ കുറിച്ചുള്ള പാഠമാണ്, അല്ലാതെ പൊതുവെ മനുഷ്യരെ കുറിച്ചുള്ളതല്ല. അതുകൊണ്ടത് കുറേ കൂടി വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടാണുള്ളത്. സമകാലിക അറിവുകളിൽ നിന്ന് രൂപപ്പെടുകയോ സമകാലികതയിൽ ഒതുങ്ങിപ്പോവുകയോ ചെയ്യുന്ന കലയാണ് ഗാന്ധി എന്ന പാഠം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാപികളിൽ പാപികളായവരെ പോലും വെറുക്കാനോ സ്നേഹിക്കാതിരിക്കാനോ എനിക്ക് കഴിയില്ല എന്ന് ഉദ്ഘോഷിക്കുന്ന ഗാന്ധിയൻ വാക്കുകൾ ഈ സമയത്ത് നമുക്ക് ഓർക്കാവുന്നതാണ്. ഗാന്ധിയന്മാരും മാർക്സിസ്റ്റുകളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് EMS പ്രഖ്യാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. EMSൻ്റെ ഗാന്ധിയെയും മാർക്സിനെയും സമന്വയിപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും EMS പലയിടത്തും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഗാന്ധി പറയുന്നത് കമ്മ്യൂണിസം വരുന്നതിനോട് ഞാൻ എതിരല്ല, പക്ഷേ ഹിംസയിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസം ആകരുത്, അഹിംസയിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസമായിരിക്കണം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നും ഗാന്ധിജി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നമ്മൾ ഗാന്ധിയൻ ലാളിത്യബോധവും ഗാന്ധിയൻ സർഗാത്മക സാഹിത്യത്തിൽ ഗാന്ധിയൻ സമന്വയ ചിന്തകളും എങ്ങനെയാണ് വർത്തിക്കുന്നത് എന്ന് കാണിക്കാൻ ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു. അതിൽ TK നാരായണ കുരുക്കളുടെ സത്യഗ്രഹി എന്ന നോവൽ നവീന ഭാരത സങ്കല്പത്തെ രേഖപ്പെടുത്തിയ ആഖ്യാനമാണ്. സത്യഗ്രഹി എന്ന നോവൽ അതിൽ സത്യഗ്രഹികളുടെ പ്രഥമ ഗുരുവായിട്ട് അശ്വത്ഥാമാവിനെയാണ് അദ്ദേഹം കാണിക്കുന്നത്. പക്ഷെ അശ്വത്ഥാമാവ് എന്തൊക്കെ പറഞ്ഞാലും ഹിംസയുടെ ഒരു മൂർത്തിമത് രൂപമായതുകൊണ്ട് അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പിൽക്കാല നിരൂപകന്മാർ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉപ്പു സത്യാഗ്രഹം, ഗാന്ധിയൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവയുടെയൊക്കെ വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ട് NP പണിക്കരുടെ ലോലിത എന്ന നോവൽ, അത് ഈഴവ ബന്ധത്തിലും വിഷു നൽകുന്നതാണ് അതിൻ്റെ കഥ. ഈഴവരെ ദളിതരായിട്ട് കരുതിക്കൊണ്ട്, ഈഴവർക്ക് ഹരിജനായിട്ട് കരുതിക്കൊണ്ട് അവർക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്. അത് തെറ്റായ ചിന്തകളാണ്, വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഗാന്ധി നായകന്മാരിൽ പ്രധാനിയായ NP പണിക്കരുടെ ആ നോവലിൽ ഈ ഈഴവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അതിനെതിരായിട്ട് അയൽക്കാർ എന്ന കൃതി എഴുതിക്കൊണ്ട് കേശവദേവ് ഇല്ല, ഈഴവർക്ക് വേണ്ടി പറയാനും ആൾക്കാരും ഉണ്ടായിരുന്നു, ഈഴവരെ അങ്ങനെ കരുതിയത് അത് ഗാന്ധിയൻ ചിന്തകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ചിലരുടെ പാഠങ്ങളാണ് എന്ന് പറയുന്ന ഭാഗവും ആ നോവലിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കേശവദേവിൻ്റെ ഓടയിൽ നിന്നെന്ന നോവൽ, അധ്വാനത്തിൻ്റെ പ്രാപ്തി, അധ്വാനത്തിൻ്റെ മേന്മ, അതേ കൊടുക്കുന്നതായ ആത്മവിശ്വാസം ഒരു വ്യക്തിയെ എത്രത്തോളം ശ്രേഷ്ഠനാക്കി മാറ്റും എന്നുള്ള പ്രകടമായ വ്യാഖ്യാനമാണ് കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന കൃതി. അതിലെ പപ്പു അധ്വാനത്തിൻ്റെ പ്രതീകമാണ്. അതിലെ ലക്ഷ്മിയും അമ്മയും അധ്വാനത്തിൽ നിന്ന് ഈ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് അകന്നു പോകുന്ന നഗരത്തിൻ്റെ സന്താനങ്ങളായിട്ടാണ് കാണുന്നത്. പപ്പു നമ്മളൊരിക്കലും മനസ്സിലാക്കാത്ത രീതിയിൽ അധ്വാനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ തൻ്റെ ഗുരുവായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ നോവൽ
അധ്വാനത്തിന് സഹനശക്തിക്ക് ഗാന്ധിജി കൊടുക്കുന്ന വില എത്രയാണെന്ന് മനസ്സിലാക്കാൻ ആ നോവലിലൂടെ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യ വിഭജനത്തിൻ്റെ കാലത്തുണ്ടായ നോവലുകളിൽ ഗാന്ധിയൻ കാരുണ്യത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച ഉറുമുവിൻ്റെ ആമിന, എസ്.കെ. പൊറ്റക്കാടിൻ്റെ മൂടുകുടം, കേശവദേവിൻ്റെ ഭ്രാന്താലയം എന്ന കൃതികളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കൃതികളെല്ലാം തന്നെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് എങ്ങനെയാണ് ഗാന്ധിയൻ ചിന്തകൾ, ഗാന്ധിയൻ ആശയങ്ങൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മനസ്സുകളിലും ഇന്ത്യൻ സമൂഹങ്ങളിലും പ്രകടമാക്കിക്കൊണ്ട് മുന്നേറാൻ ഇവിടെയുള്ളതായ ഗാന്ധി ചിന്ത വഹിക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞത് എന്ന് കാണിക്കാനാണ്. 1925 ശേഷം ഏതാണ്ട് 1975 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് നോവലുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ ഗാന്ധിയൻ ചിന്തകളെ പ്രകടമാക്കുന്നവരായിട്ടാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന ഉറുവിൻ്റെ നോവൽ, അത് 50കളിൽ എഴുതപ്പെട്ട ഈ നോവൽ ഏതാണ്ട് അടുത്ത ഭൂതകാലത്തിൽ നിന്ന് ഭാവി കാലത്തിലേക്കും വർത്തമാന കാലത്തിലേക്കും ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്ന 3 തലമുറയുടെ കഥ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക നോവലാണ്. അതിൽ കുഞ്ഞിക്കുട്ടിയുടെ മകനായ വിശ്വൻ എന്ന കഥാപാത്രം വളരെ ഈ മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുന്നു. ആ നോവൽ ശ്രദ്ധിക്കപ്പെടുന്ന നോവലാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ കൊണ്ട് നിബിഡമാണ് ആ നോവൽ. വിദേശ വസ്തു ബഹിഷ്കരണത്തിൽ പങ്കെടുത്ത സത്യഗ്രഹികളെ പോലീസ് മർദ്ദിക്കുകയും അവരുടെ രണപീഠഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ബൂട്ട്സിട്ട കാലുകളിൽ നിന്ന് ഭൂമിയിൽ തുളകൾ വീഴുന്നതായും അവിടെ ഭൂമിയിൽ രക്തത്തിൻ്റെ കറകൾ വീഴുന്നതായും അത് അവിടെ കിടക്കുന്ന പോവാതെ കിടക്കുന്നതായും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അയൽക്കാർ എന്ന നോവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അഗ്നിസാക്ഷി എന്ന നോവൽ, അതായത് സ്ത്രീ പരിഷ്കരണം, സ്ത്രീത്വ പരിഷ്കരണം, സ്ത്രീ ശാക്തീകരണം എത്രമാത്രം കഠിനമായ അധ്വാനത്തിലൂടെ മാത്രം സാധിക്കുന്നതാണെന്ന് ഗാന്ധിജി നമ്മളെ മനസ്സിലാക്കി തരുന്നതിന് പ്രകടമായ ഉദാഹരണമാണ് ലളിതാംബികാർജുനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ. അതിൽ ദേവി ബഹൻ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. അക്കാലത്ത് നമ്മൾ കാണുന്നത് സാമൂഹിക പരിഷ്കരണത്തിൽ ഗാന്ധിജിയുടെ പങ്ക് കമ്മ്യൂണിസ്റ്റുകാർ പോലെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. നമ്പൂതിരി സമുദായത്തിലെ പരിവർത്തനവാദികളായ MRV, VT ഭട്ടതിരിപ്പാട് മുതലായവരുടെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർക്ക് പിന്നാലെ ദേവി ബഹൻ എന്ന കഥാപാത്രത്തെ അഗ്നിസാക്ഷി എന്ന നോവലിൽ ആകമാനം വരച്ച് കാണിക്കുന്നുണ്ട് ലളിതാംബികാന്തർജൻ. അവർ ഒരുപാട് പരീക്ഷണങ്ങൾ, അതായത് കുഷ്ഠരോഗിയെ ശുശ്രൂഷിക്കുക, ഹരിജനെയൊക്കെ ശുശ്രൂഷിക്കുക, അങ്ങനെയുള്ളത് ഗാന്ധിജിയുടെ പരീക്ഷണങ്ങളെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവസാനം സാവകാശമായി സന്യാസത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നു. പിന്നീട് വരുന്ന വേറൊരു നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. അതായത് അതിരാണിപ്പാടം എന്ന ദേശത്തിൻ്റെ ഐതിഹാസിക നോവലായിട്ടാണ് ഈ ഒരു ദേശത്തിൻ്റെ കഥ നമ്മൾ കാണുന്നത്. അതിലും നമ്മൾ കാണുന്നത് മലബാറിൽ ആഞ്ഞടിച്ച ഗാന്ധിയൻ ചിന്തകളുടെ പ്രകടമായ വ്യാഖ്യാനമാണ് ആ നോവലിൽ നമ്മൾ കാണുന്നത്. ശ്രീധരൻ്റെ സ്മരണയിലൂടെ ഹിംസയുടെ ഇരുട്ടുപിടിച്ച ലോകങ്ങൾ പ്രകടമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. സമൂഹത്തെ നായകനും നായികയുമാക്കി തകഴി രചിച്ച കയർ എന്ന നോവലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ അന്ധകരണത്തിൻ്റെ ഗാന്ധി സാന്നിധ്യം എന്ന് പറഞ്ഞൊരു ഭാഗം വളരെ വ്യക്തമായ പ്രകടമായ പ്രാധാന്യത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അത്തരത്തിലൊരു ഗാന്ധി ആവാഹനം മറ്റൊരു ഗാന്ധി സ്വാധീനമുള്ള കൃതികളിലും നമ്മൾ കാണുന്നില്ല. ദൈവമുണ്ടെങ്കിൽ അയാൾ ആകാശത്താണ്, വളരെ അകലെയാണ്, നീ വിളിച്ചാൽ വിളി കേൾക്കില്ല, എന്നാൽ ആപൽഘട്ടങ്ങളിൽ നിന്റെ വിളി എളുപ്പം കേൾക്കുന്ന, നിന്റെ രക്ഷയ്ക്ക് ഉടൻ ഉപദേശം മന്ത്രിച്ചു തരുന്ന മറ്റൊരു ദൈവം, ഒരു മഹശക്തി നിന്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നുണ്ട്. അതാണ് നിന്റെ മനസാക്ഷി. എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴും
മനസാക്ഷിയോട് ഒരു വാക്ക് ചോദിക്കാവുന്നതാണ് നല്ലത്. വേറൊരു സഹജീവിയെ ദ്രോഹിക്കാൻ മനസാവാച കർമ്മണ നീ എറിയുന്ന ആയുധം ലക്ഷ്യത്തിൽ കൊണ്ടാലും ഇല്ലെങ്കിലും ചുറ്റിത്തിരിഞ്ഞ ഒരു കാലത്ത് നിന്നെ തേടി നിന്റെ മാറിൽ തന്നെ പതിക്കുമെന്ന് നീ അറിയുന്നില്ല. അജ്ഞാതമായ ആ ഭ്രമണ നിയാമക ശക്തിക്ക് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ്. ഇത്ര ശക്തമായ ഒരു ഗാന്ധി ആവാഹനം ഒരു ഗാന്ധിയൻ ഹൃദയത്തിലും നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അക്കാലത്തെ ഗാന്ധിയൻ പഠനങ്ങളുടെ ആശയങ്ങളുടെ പ്രചരണം എങ്ങനെ ഇന്ത്യൻ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ധാരാളം കൃതികൾ അന്നത്തെ കാലത്തെ എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. അവരുടെ കവിതയിലുണ്ട് ഇഷ്ടം പോലെ ഭാഗങ്ങൾ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയ വള്ളത്തോളിനെ നമുക്ക് മറക്കാതിരിക്കാം. 1923 വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എഴുതുന്നത്. ആ കാലഘട്ടത്തിൽ തൊട്ടേ ഗാന്ധിയുടെ ആശയങ്ങൾക്ക് വളരെ വിപുലമായ രീതിയിൽ തന്നെ സ്വാധീനവും അതുപോലെ തന്നെ സ്വാഗതവും കേരളം ഓതിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ കാണുന്ന ആ കൃതികളെല്ലാം തന്നെ. സമയം വൈകിയതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി എഴുതിക്കൊള്ളുന്ന ഭാഗങ്ങൾ തന്നെ വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയുള്ള അധ്യക്ഷൻ്റെ അടുത്ത പ്രകടനം കാഴ്ചവയ്ക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചില വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.